ഇന്നത്തെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. അവർക്ക് 365 ദിവസത്തിലെ 300 ദിവസവും മൊബൈലിലും കമ്പ്യൂട്ടറിലുമാണ് അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെ സ്വരാക്ഷരങ്ങൾ എന്താണ്, വ്യഞ്ജനാക്ഷരങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും കുട്ടികൾക്ക് അറിയില്ല. മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അവർക്കറിയില്ല. അതിനേക്കാൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും എഴുതാനും ഇത് വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാഷ് തന്നെ എഴുതിയ ഒരു സ്വരാക്ഷര പാട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. സ്വരങ്ങളാദ്യാക്ഷരം എഴുതുമ്പോൾ ഓർക്കണം, സ്വരങ്ങളാദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. എന്നോരക്ഷരമുണ്ടേ ആചാര്യനെ വന്ദിക്കണം. എന്നോരക്ഷരമുണ്ടേ ആചാര്യനെ വന്ദിക്കണം. അക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. നീട്ടി എഴുതുമ്പോൾ ഈശനെ ധ്യാനിച്ചിടേണം. വന്നക്ഷരം എഴുതുമ്പോൾ നന്ദിരിക്കണം. നീട്ടി ഊഞ്ഞാലാടി ഊരാ കൊടുത്ത് വീഴരുതേ. അക്ഷരം എഴുതുമ്പോൾ കൃഷിയെ പോലെ ഭജിക്കണം. അക്ഷരം എഴുതുമ്പോൾ എളിമതോന്നണമേവർക്കും. നീട്ടി എഴുതുമ്പോൾ നീട്ടി പറയാനുണ്ടേ, ഏലേലം പാടാനുണ്ടേ. ഏവർക്കും ഏഷണി ഭൂഷണമല്ലെന്നോ കേണം. ഏവർക്കും ഏഷണി ഭൂഷണമല്ലെന്നോ കേണം. അയ്യക്ഷരം എഴുതുമ്പോൾ ഐക്യത തോന്നണമെപ്പോഴും. ഓയെന്നക്ഷരം എഴുതുമ്പോൾ ഒത്തൊരുമിച്ചു പഠിക്കണം. നീട്ടി എഴുതുമ്പോൾ ഓമനഭാവം കാട്ടേണം. ഔവന്നക്ഷരം എഴുതുമ്പോൾ ഔന്നത്യത്തിലെത്തേണം. അക്ഷരം എഴുതുമ്പോൾ അംബുജവദനം വിളങ്ങണം. അക്ഷരം എഴുതി പഠിച്ച് അഹങ്കരിക്കരുതൊരിക്കലും. പഠിച്ചു 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 പഠിച്ച് അഹങ്കരിക്കരുതൊരിക്കലും. പഠിച്ചു 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 പഠിച്ച് അഹങ്കരിക്കരുതൊരിക്കലും.